ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈ ഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും വിഷു ഒക്കെ എങ്ങനെ പോണു? എനിക്ക് പേഴ്സണലി വിഷു ഇല്ല, പക്ഷേ ഇവിടെ വീട്ടിലുണ്ട്, മക്കൾക്കും ഉണ്ട്. എൻ്റെ അച്ഛമ്മ മരിച്ചുകൊണ്ട് എനിക്ക് വിഷു ഇല്ല. കല്യാണം ഇതാ ഓട്ടോ വിളിക്കാൻ വേണ്ടി പോകാൻ ഞങ്ങൾ കെട്ടാങ്കൽ വരെ ഒന്ന് പോകാൻ കേട്ടോ, വേറൊന്നുമല്ല. എന്തിനോ മുട്ടുമ്പോൾ പറമ്പ് തിരയാന്ന് കേട്ടിട്ടില്ലേ? ഇത് കൂട്ട് ഞങ്ങൾ വിഷു വരെ മക്കൾക്ക് ആർക്കും ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈവൻ വീട്ടിൽ നിന്ന് ഇടാൻ പോലും ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കെന്തോ പോലെ, കാരണം ഇവർക്ക് വിഷു ഉള്ളതല്ലേ, അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു കോടി വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ ഓൾ ഓട്ടോ വിളിച്ച് വന്ന് നോക്കുമ്പോൾ ഡ്രൈവർ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ ചെറിയച്ഛൻ വീണ്ടും പെട്ടു മക്കളെ. അങ്ങനെ ഞങ്ങൾ ചെറിയച്ഛൻ്റെ വണ്ടിയിലാണ് പിന്നെ കെട്ടാങ്ങലേക്ക് പോണത്. ഹെവി പർച്ചേസ് ഒന്നുമല്ല, ലൈക്ക് നമ്മൾ വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പ്രാവശ്യം കേട്ടോ. പ്രാവശ്യം മക്കൾക്ക് മാത്രം ഒന്ന് വാങ്ങാം. പിന്നെ ഹേസുവിൻ്റെ ഫസ്റ്റ് വിഷുവാണ്, അപ്പോൾ അവൾക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് പ്ലാനിൽ പോവാണ്. ഓൾറെഡി പച്ചക്കറി സാധനങ്ങളൊക്കെ ഇന്നലെ കട്ടയും അച്ഛനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നമ്മൾ പോയിട്ട് ഇന്നവർക്കൊക്കെ ഒരു കുറേ ഡ്രസ്സൊന്നുമില്ല. നമ്മുടെ പ്ലാനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ വിഷുവിൻ്റെ അന്ന് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് അല്ലുവിനും തുമ്പിക്കും വാങ്ങണം, ഹേസുവിന് നല്ലൊരു ഡ്രസ്സും വാങ്ങിക്കണം. അവളെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് സ്പെഷ്യലല്ലേ, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ദൂരേക്ക് എവിടേക്കും പോകാൻ പറ്റുന്നുണ്ട്. കെട്ടാങ്കൽ അരീക്കരയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കോട്ടൺ ഉടുപ്പുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തുമ്പമ്മ കണ്ടില്ലേ, എല്ലാം ഇട്ട് നോക്കി. ഞാൻ ആക്ച്വലി ഇവക്ക് ഒരു വീട്ടിൽ നിന്ന് ഇടുന്ന പോലത്തെ ഒരു ഉടുപ്പ്, സാധാ ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വന്ന് നമ്മൾ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു എന്നുള്ളതാണ് സത്യം. ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ മമ്മിയുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സാധനം വാങ്ങാൻ പോയാൽ 10 സാധനം വാങ്ങിയിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞാൻ അമ്മേനെ വീഡിയോ കോൾ ഇത് കാണിച്ചു കൊടുത്താണ്, ഈ ഉടുപ്പ് വേണോ മറ്റേ ഉടുപ്പ് വേണോ എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്കും 2 ഇഷ്ടമായി, എനിക്കും 2 ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പറ, ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണോ അല്ലെങ്കിൽ ആ മെറൂൺ കളറാണോ എടുത്തിട്ടുണ്ടാവുക? സത്യം പറഞ്ഞാൽ രണ്ടും എടുത്തു മക്കളെ, ഞാൻ രണ്ടും എടുത്തു. അത് കൂടാതെ വീട്ടിൽ നിന്നിടാൻ പറ്റുന്നൊരു ഉടുപ്പ് എടുത്തു. കാരണം തുമ്പിക്ക് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ട്, പക്ഷേ ഇപ്പം പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് എന്ന് പറയാൻ അങ്ങനെ കുറേ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ അല്ലൂട്ടനെ നോക്കാൻ വേണ്ടി വന്നു. അല്ലൂട്ടന് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു ടീഷർട്ടും എടുത്തു. കാരണം ഓൾറെഡി അവൻ്റെ ബർത്ത്ഡേ ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഹേസുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും എടുത്ത് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മേമയാണ് കേട്ടോ. അപ്പോൾ മേമേനെ കണ്ടപ്പോൾ തെളിവിനിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ നടക്കാനൊന്നും ആവുന്നില്ല. കുറച്ച് നേരം നടക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു കിതപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അല്ലൂട്ടനെ മുണ്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നമ്മളിത് ഈ സാധനം കാണുന്നത് കേട്ടോ. അതായത് നമ്മൾ കണി വെക്കുന്ന സമയത്ത് വെക്കില്ലേ, ഇതത്. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു. അങ്ങനെ ബില്ലടിച്ചപ്പോഴാണ് എൻ്റെ തല അങ്ങനെ കറങ്ങിയത്. കാരണം ഞാൻ വൈശാട്ടിനോട് പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് ഇടാൻ ഡ്രസ്സ് വാങ്ങാൻ വന്നു എന്നാണ്. ബില്ല് കാണിച്ചത് വേട്ടൻ. അത് ഞാൻ ആദ്യം ഊഹിച്ചിരുന്നു, കാരണം എൻ്റെ കുട്ടിയല്ലേ പോയത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പോയ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 4 പേരും കൂടെ അതാ കയറി എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ തല കറങ്ങും. കാരണം അവിടെ നിന്ന് ഞാൻ മേമേൻ്റെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് സെറ്റ് ആയത്. ഇനി എവിടെ പോകുമ്പോൾ കുറച്ച് വെള്ളം കൈ കരുതിയിലെ പണി കിട്ടും. ഓക്കെ, പിന്നെ അവിടുന്ന് തുമ്പമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നല്ലേ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഒക്കെ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണേ. എന്താ മോളെ വേണ്ടത്? എന്ത്? കട്ട്ലേറ്റ്. അങ്ങനെ തുമ്പമ്മ പറഞ്ഞ പോലെ ഒക്കെ കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ലൈമും കുടിച്ചു കേട്ടോ. എനിക്ക് ആക്ച്വലി ഷുഗർ നന്നായിട്ട് ഡൗൺ ആയിട്ട് ഫുൾ വിയർത്ത് കുറച്ച് സീനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്നും ഉള്ളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ പോയി ലൈം കുടിച്ചു, പിന്നെ കട്ട്ലേറ്റ് കഴിച്ചു. ഇനി ആക്ച്വലി എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്. പിന്നെ നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കും. അതാണ് മെയിനായിട്ട് നമ്മുടെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിഷുക്കണി. പിന്നെ ഈ വിഷുവിനും ഓണത്തിനും എല്ലാത്തിനൊന്നും ഇവിടെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. അതുവരെ ഇപ്പോൾ ഇവർ 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഇവരങ്ങനെയാണ് എന്നുവെച്ചാൽ വിഷുവിന് ഇവരെ ഡ്രസ്സ് എടുക്കല്ല, ഓണത്തിനാണ് ഇവരെ ഡ്രസ്സ് എടുക്കൽ എന്നൊരു പരിപാടി കേട്ടോ. അപ്പോൾ വിഷുവിന് അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വിഷുവിനും ക്രിസ്മസിനും പെരുന്നാളിനെന്ന് പറഞ്ഞിട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്മേനെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിക്കുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്കതൊരു ശീലമായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇവർക്ക് എടുത്ത് കൊടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കങ്ങനെ കിട്ടി ശീലമായല്ലോ. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ അമ്മ ഡ്രസ്സ് എടുത്ത് തരുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഓരോ ലീവിന് വരുമ്പോഴും എനിക്ക് അമ്മ ഡ്രസ്സും ചെരുപ്പും ഒക്കെ എനിക്ക് വാങ്ങിച്ചു തരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ലാവിഷായിട്ട് കുറച്ചൊരു എന്താ പറയുക, ഒന്നിനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ വളർന്നൊരു കുട്ടിയില്ലേ, ദതുക്കൂട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എല്ലാം ഓവറായി കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത്യാവശ്യം ഒരു പരിപാടിക്കും കിട്ടാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടാക്കാറുമില്ല കേട്ടോ. എന്നുവെച്ചാൽ എനിക്കൊരു വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിയവനോട് ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാറുണ്ട്.
അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ച് നേരെ ദാ ബേക്കറിയിലേക്ക് വന്നു. കല്യാണിയും അല്ലൂസും കൂടെ കേക്കിൻ്റെ അവിടെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണേ. അതാ അവർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് എന്താ വാങ്ങിക്കുന്നത് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി ഇതൊക്കെ ഇല്ലേ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക, അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പിന്നെ എന്തായിരുന്നു, ഉണ്ണിയപ്പം വാങ്ങിച്ചു നമ്മൾ. അങ്ങനെ ശരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നാണ്. ഈ കിൻഡർ ജോയിൽ എന്താ ഇവർക്ക് ഇത്രമാത്രം ഒരു ഇതുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സംഭവം കഴിക്കാനാകെ ഒരു ഇതല്ലേ ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, ഇറ്റിങ്ങൾ ഏടക്കല്ലെങ്കിലും കിൻഡർ ജോയ് എന്ന് പറഞ്ഞാൽ അയാൾ നടക്കും. പിന്നെ അതങ്ങ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണമായിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വേമേം തീർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ. ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഒരു കിതപ്പ് വരുന്നുണ്ട്. ലൈക്ക് കഴിഞ്ഞ വ്ളോഗ് കണ്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വയറ് ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കും തോന്നിയായിരുന്നു കുറച്ച് വയറ് ഇടിഞ്ഞ പോലെ. സോ എനിക്കൊരു പേടിയാണ് കേട്ടോ. പക്ഷേ സമയമായിട്ടില്ല. ജൂണിലാണ് ആക്ച്വലി എൻ്റെ ഡേറ്റ്. ഡോക്ടർ പറഞ്ഞത് മെയ് ലാസ്റ്റ് ആവുമെന്നാണ്. ഞാൻ പറഞ്ഞ മെയ് പകുതിയാകുമ്പോൾ ഞാൻ വരാമെന്നാണ് കേട്ടോ. ഞാനെന്താ ചിരിക്കുന്നതെന്നല്ലേ, വീടെത്തിയ കാര്യം ഞാനും ഇവളും മറന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്നും കഥ പറച്ചില്, ഓട്ടോ ഒന്നും കഥ പറച്ചില്, കഥ പറഞ്ഞ് ഇവിടെ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത്, ഏട്ടാ ഞങ്ങളെ വീടാണത് എന്ന്. അങ്ങനെ പിന്നെ ഏട്ടൻ ഓട്ടോ തിരിച്ച് ഞങ്ങളിവിടെ ഇറക്കി തന്നു കേട്ടോ. അങ്ങനെ നമ്മളിനി ഓരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഓരോ ലഗേജായിട്ട് നമ്മൾ ഇറക്കുകയാണ്. ആദ്യം അവൾ ഇറങ്ങി, പിന്നെ ഒന്നിനെ ഇറക്കി, പിന്നെ അടുത്തേനെ ഇറക്കി, എന്നിട്ട് അവളങ്ങ് പോയി. ഗൈസ് എന്നെ കൂട്ടിയില്ല. അങ്ങനെ ഞാനും ഇറങ്ങി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഹെയ്സ് ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവളെ എടുത്തിട്ട് അമ്മ വാതിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഡാഡിയാണ് വാതിൽ തുറന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഹെയ്സുവിനെ കാണില്ല. ഹെയ്സു ഇതുവരെ എണീറ്റിയില്ലല്ലോ. അപ്പം തന്നെ ഞങ്ങൾ കിളി പാറി. ഇത്രയും സമയം അവൾ ഉറങ്ങാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും, ഇന്ന് ഉച്ചയ്ക്ക് പണി കിട്ടുമ്പോൾ ഉറങ്ങലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവളെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അന്നേരമാണ് അച്ഛന് എന്തോ ഒരു പണി അമ്മ കൊടുത്തിട്ടുണ്ട്. എന്താണ്, എന്തോ ആലയിൽ എന്തോ ഒരു പണി വയ്ക്കും. അതുകൊണ്ടാണ് അച്ഛൻ ഇരിക്കാനും ഇവൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എണീറ്റ് പോയി കേട്ടോ. അങ്ങനെതാ പിന്നെ എല്ലാ അമ്മമാരും പിന്നെ എക്സ്പേർട്ട് ആവുന്ന, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി പുറത്തേക്ക് എടുക്കുന്ന സംഭവം എന്ത്, കിൻഡർ ജോയിലെ മറ്റേ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതേ, ഇതത് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോഴത്തേക്ക് ഹേസുമ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഇതൊക്കെ വേണം. പക്ഷേ ഇതൊന്നും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പോൾ എന്താ അടുത്ത് വായിലിടുമോ എന്തോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് കൈ കൊടുക്കാറില്ല. അങ്ങനെ എൻ്റെ ബുദ്ധിപരമായ നീക്കത്തിനൊടുവിൽ ഞാനത് സെറ്റാക്കി ഇരിക്കുകയാണ് ഗൈസ്. എന്തോ ഒരു സാധനം, എന്താണോ അത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾ വന്ന് വീണ്ടും അതൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹെയ്സുവിന് നമ്മൾ ആക്ച്വലി ഈ എന്താ പറയുക, വിഷു കഴിഞ്ഞിട്ടല്ലോ വിഷുക്കോടി തലേന്ന് തന്നെ കൊടുക്കുമല്ലോ നമ്മൾ. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് എടുത്ത് പോയതാണ്. പക്ഷേ അവൾ എന്നെ അപമാനിച്ച് വിട്ട്. ഓക്കെ ഈ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രമൊക്കെ കൊടുത്താൽ വാങ്ങുന്നല്ലാതെ ഡ്രസ്സ്, എന്ത് ഡ്രസ്സൊക്കെ കൊടുത്ത പോളിങ്ങനെ വാങ്ങിയില്ലെന്നേ. പിന്നെ നമുക്കതൊന്നൊരു പുത്തരിയല്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓൾ തന്നെ പറയും, വല്യമ്മ എനിക്ക് താന്ന് പറയും. ഇപ്പോൾ ഒക്കെ പറയാൻ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ വാങ്ങിയതൊക്കെ ഒന്ന് വേർതിരിച്ചെല്ലാം വെച്ച് മക്കൾക്കും എല്ലാവർക്കും വിഷുക്കോടിയൊക്കെ കൊടുത്ത് അവർക്ക് ഓരോ ചെറിയ സന്തോഷങ്ങൾ. അല്ലുവിനും തുമ്പിക്കും പിന്നെ അത് അറിയാനുള്ള പ്രായമായി. ഹേസുവിന് അത് അറിയാനുള്ള പ്രായമായില്ല അത്ര തന്നെ. അപ്പോൾ ഹേസുവിന് ഞാനൊരു ഉടുപ്പും പിന്നെ ഒരു മിഡിയും ടോപ്പും എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ട്രൗസറും ടോപ്പും എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇതത് കൂട്ടുള്ള 2 ഡ്രസ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹേസുവിന് കൊടുത്തു. പക്ഷേ കൊടുത്തിട്ട് പെണ്ണ് വാങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി പറഞ്ഞു, അമ്മേൻ്റെ കൈ നായോണ്ടേക്കും, ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങുന്നു. അതിലും രക്ഷ ഉണ്ടായാലും ഓളിങ്ങനെ നോക്കണ്ടേ എന്താ തള്ളച്ചി കൊണ്ട് തരുന്നത് എന്നിട്ടോ. കണ്ടോ കാലോണ്ട് ചവിട്ടിയൊക്കെ അപമാനിച്ച് കളഞ്ഞെന്നെ. പിന്നെ എന്താ, ഇതൊക്കെ എനിക്ക് ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പിന്നാമ്പുറത്തേക്ക് ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അത് വേറൊന്നുമല്ല, നമ്മളെ വീട്ടിന് മുമ്പത്തെ മറ്റേ കട ഉണ്ടല്ലോ, നമ്മൾ ദോശക്കടയൊക്കെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ, അതിങ്ങനെ വരും അടച്ചു പോവും ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ പുതിയ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്, മന്തിയാണെന്നാണ് കേട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കീന്നൊരു സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. അത് നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ. അങ്ങനെ ഇപ്പോഴും അവൾ എന്നെ അപമാനിച്ച് വിട്ടു. അതുകൊണ്ട് ഞാൻ എന്തത് കല്യാണിൻ്റെ കയ്യിൽ കൊടുത്ത് തൽക്കാലം എൻ്റെ ആ ഒരു എന്താ പറയുക ക്ഷീണം അങ്ങ് തീർത്തു. അത് കഴിഞ്ഞ ശേഷം അതാ തുമ്പമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. തുമ്പമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് കല്യാണം പറയുന്നുണ്ട്, അമ്മയുടെ കാല് തൊട്ട് വണങ്ങ് എന്ന് സംഭവം കൈ നീട്ടം കൊടുക്കുമ്പോൾ ഞാൻ എല്ലാവരെ കൊണ്ടും കാല് പിടിപ്പിക്കാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ തുമ്പമ്മയ്ക്ക് വാങ്ങിയിട്ട് അത് കൊടുത്തു. അമ്മയൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലൂട്ടൻ ഇത്തവണത്തെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഷർട്ടും കസവ് കരമുണ്ടും പിന്നെ ഒരു ടീഷർട്ടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് കാണണം ചെക്കൻ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തു. അങ്ങനെ ഓനൊരുമ്മ കൊടുത്തപ്പോൾ കുശുമ്പി വരും കേട്ടോ. ഭയങ്കര
കുശുമ്പത്തിയാണ് കേട്ടോ. ആ കാര്യത്തിൽ നമ്മൾ ഇത്രയൊന്നും കുനിയാൻ എനിക്ക് ആവുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ മടങ്ങി കുത്തിയാണ് കൊടുക്കണത്. അതാണ് ഞാൻ ഇങ്ങനെ നൂരാൻ വേണ്ടി പാടുപെടുന്നത്. അത് കഴിഞ്ഞ പണ്ടിതാ ഇവർ വന്ന് കാലോട്ട് വണങ്ങൽ അത് നിർത്തുന്നില്ല. മതിയെന്ന് പറഞ്ഞിട്ട് ഇവരിത് നിർത്തില്ല. കണ്ടോ, തുമ്പി തന്നതിന് മാത്രം അമ്മേ ഇനിയും തന്നോളൂ എന്നുള്ള മട്ടിൽ പിന്നെ കാല് വാരലായിരുന്നു എന്നാണ് തോന്നുന്നത്. പറഞ്ഞിട്ട് നിൽക്കില്ല. പിന്നെ കുഞ്ഞാവേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് കുട്ടീനെ നോക്കുന്ന പണിയാണ് കേട്ടോ തുമ്പിക്ക്. സംഭവം ആ ലൈമ് കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് വലിയൊരു വിശപ്പൊന്നും അറിയാത്ത, പക്ഷേ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ട്, പോയി ഭക്ഷണം കഴിക്കുങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരുത്തി പച്ചക്കറി അച്ഛൻ വീണ്ടും കൊണ്ടുവന്നത് എന്തിനാണ്, ഇന്നലെ ഓൾറെഡി വാങ്ങിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവൾ കളിയാക്കട്ടോളൂ, മുരിഞ്ഞാക്കോലൊക്കെ എടുത്ത് വരുന്നുണ്ട്. ചെങ്ങായി ആണെങ്കിൽ ഒന്ന് കുട്ടീനെ ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. കാരണം ഇവനും ഇവൻ്റെ സേട്ടനും ഒക്കെ ഈ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. കുട്ടികളെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കും, പക്ഷേ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പോൾ ഓനൊന്ന് കയറി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിയുണ്ട്, കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റി. ഇത് കട്ടേൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ അശ്വിൻ. അപ്പോൾ അശ്വിനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തുമ്പി പറഞ്ഞു എനിക്ക് ഇവനെ ഇഷ്ടമായില്ല എന്ന്. അങ്ങനെ കുറച്ച് നേരത്തെ വർത്തമാനത്തിനൊക്കെ ശേഷം അവൻ പറഞ്ഞു ഓള് പറയാം എനിക്ക് ഓനെ നല്ല ഇഷ്ടമായിരുന്നു, ഓളെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ നടത്തട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ അല്ലൂസിനെ കംപ്ലയിൻറ്റ് പറയാൻ വന്നു. അല്ലൂസ് അങ്ങനെ കാട്ടി, അല്ലൂസ് ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ചോറുന്നു. കഴിഞ്ഞ ദിവസത്തെ അതേ ചോറ് തന്നെ കേട്ടോ. അതായത് ചോറും പരിപ്പിൻ്റെ കറിയും കോഴിമുട്ട പൊരിച്ചതും ചീരേൻ്റെ ഉപ്പേരിയും. കാരണം കല്യാണിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീര അതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിയുന്നവരെ പിന്നെ ചീര നമ്മൾ സഹിച്ചേ പറ്റും. അങ്ങനെ ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം, പക്ഷേ ചീരപ്പേറ്റ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ബേബി സിറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സമയത്ത് കല്യാണി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പായലിരുന്നപ്പോഴാണ് നമുക്ക് എന്നാൽ ക്ലീനിങ് തുടങ്ങാം. കാരണം വിഷുവിൻ്റെ തലേന്നെങ്കിലും ഇത് ചെയ്തില്ല ശരിയാവില്ലേ. അപ്പോൾ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യണം. തുമ്പമ്മ അങ്ങനെ വിട്ടിരിക്കണം എന്താ വെച്ചാൽ മേല് വേദന ആവുന്ന പരിപാടിക്ക് ഓള് നിൽക്കൂല. അപ്പോൾ ഹേസും അല്ലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയ്യ വെച്ചുള്ള കളിയാണ്. എന്ന് വെച്ചാൽ മേല് വേദന ആയാലും കുഴപ്പമില്ല, തല കുത്തിയാലും കുഴപ്പമില്ല, കെട്ടി മറിയലും ഒക്കെ കൂടിയാണ് രണ്ടും. പക്ഷേ തുമ്പി കുറച്ച് വിട്ടിരിക്കും, കാരണം നമുക്ക് മേല് വേനയാവാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ ഞാൻ കാലൊക്കെ നീട്ടിച്ചെടുത്ത് ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്യട്ടെ എന്ന് തുമ്പമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് മസാജ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാവയ്ക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഹേസുവിനെ പരിപാടിക്കൊന്നും കിട്ടൂല കേട്ടോ, ആയില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ പറ്റുങ്ങളെല്ലാം കൂടെ കാല് വാരൂലേക്കും. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ മസാജൊക്കെ കിട്ടും. നമുക്ക് കാലിനും തലയ്ക്കും ഒക്കെ ചെറിയ ചെറിയ മസാജുകളൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരും. കുറച്ചേരം കട കിടന്നു കഴിഞ്ഞപ്പോണ്ട് അമ്മയാടെ ആദ്യം വന്നിരുന്നു, പിന്നെ കുറച്ച് കിടന്നു. അപ്പോൾ പിന്നെ അമ്മ പിന്നെയും കുത്തനിരുന്നു. അപ്പം എല്ലാം ഞാൻ നിരങ്ങി അമ്മേൻ്റെ മടിയിലെത്തി. കാരണം ഫ്രീ ആയിട്ടൊരു മസാജ് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് അവിടെ പോയി കിടന്ന് നോക്കുമ്പോൾ അല്ലൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കൈ ചോറിൽ കുത്തി കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക പ്രതീക്ഷയും അവിടെ കഴിഞ്ഞു. അപ്പം അമ്മ കൈ കാണിച്ചു തരികയാണ്, കണ്ടില്ല എന്തുകൊണ്ട് മസാജ് വേണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ എല്ലാവരും പാടെ പായ കുത്തിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. കാരണം അത്രയും നേരം ഞങ്ങൾ ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. പിന്നെ നമ്മളെ പരിപാടി നമ്മളെ പൂജാമുറി ഒരു ഒന്നൊന്നര ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു. അച്ചച്ചൻ്റെ പഴയകാലം തൊട്ടുള്ള എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഇന്നാണെങ്കിൽ ക്ലീനിങ്ങിന് വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയതാണ് കേട്ടോ. കല്യാണി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ഫോട്ടോസ് തുടയ്ക്കാനിരിക്കുന്നുണ്ട്, ഹേസും തുമ്പമ്മയും അതിൻ്റെ വേറെ പണിയിലുണ്ട്, അമ്മയുണ്ട്. പിന്നെ ഞങ്ങളിടയിൽ ഒരു ആൺതരി ഉണ്ടായിരുന്നത് അല്ലൂട്ടനായിരുന്നു കേട്ടോ. അല്ലൂട്ടനാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നത്. ഹേസുവിൻ്റെ വക എല്ലാ ദൈവങ്ങൾക്കും ഉമ്മ കൊടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹേസു ഓരോരോ ഫോട്ടോസായി എടുത്ത് നോക്കുന്നുണ്ട്. ഇവിടെ കൃഷ്ണനാണ് കൂടുതലുണ്ടാവുക, കാരണം അമ്മ ഒരു കൃഷ്ണഭക്തയാണ്. പിന്നെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. കാരണം ഇവിടെ രാവിലെ പൂജ, ഉച്ചപൂജ, വൈകുന്നേര പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കാറുണ്ട് കേട്ടോ. ഇവരെ എപ്പോഴും അതെ, ഓരോരുത്തർ കുളിച്ച് വന്നാൽ ഇവിടെ പൂജ നടക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇന്ന് ആക്ച്വലി കുറേ പണിയുണ്ട്, ബട്ട് എല്ലാം കൂടി ആവുമോയെന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തറവാട്ടമ്പലത്തിൽ നിന്ന് ഈ എന്തായാലും പറയുക, മറന്നു പോയല്ലോ, കലങ്കരി എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ പൊങ്കാലയിടുക. അപ്പോൾ ദേവിയുടെ പിറന്നാൾ എന്നാണ് പറയുക. അന്ന് അവിടെ നിന്ന് കുപ്പിവള കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കണം. എന്നിട്ട് അടുത്ത ദേവിയുടെ പിറന്നാളിൻ്റെ എന്നാണോ അന്ന് നമ്മൾ അതിലും കൂടുതൽ വള അവിടെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുപ്പിവളയാണ് നേരത്തെ അല്ലൂട്ടനെടുത്ത് നോക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കൂടെ അവിടേക്ക് കുത്തി കയറ്റാമെന്ന് വിചാരിച്ചു. അവസാനം 2 കൺട്രീസ് സിനിമയിലില്ലേ ദിലീപും നമ്മുടെ അജു വർഗീസും കൂടെ മമത മോഹൻദാസിൻ്റെ ഉടുപ്പ് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതുപോലെ ആയിരിക്കും. നാളെ കണി കാണാൻ വരുമ്പോൾ അച്ഛനും അച്ഛനൊക്കെ അമ്മേ എന്ന് വിളിക്കില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ലാസ്റ്റ് എന്താണെന്നല്ലോ ഇവിടെ കണ്ടോ മുഖത്ത് മറ്റേ എന്താ പറയുക മീശയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ ഈ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാലാണ് നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ. അങ്ങനെ ഇതിലും ഇനി എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ്. അപ്പോഴത്തേക്കും ഇതാ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ തുമ്പമ്മയും അല്ലും ഹേസും ഒക്കെ പുറത്ത് ചാടിയുണ്ട് കേട്ടോ. ഇനി പോര കളിയൊക്കെ അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഒരാളിന്ന് കളിക്കട്ടെ. അപ്പോഴത്തേ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അല്ലോട്ടൊരു ഐ ലവ് യു പറയാൻ വന്നാണേ.
അളവിച്ച് തുമ്പി അത് തുടയത്. ഇത്രയൊക്കെ ചെയ്തിട്ടും മതിയായില്ല ഞങ്ങൾക്ക്. അടുത്ത തോരണം കൊണ്ട് ഇതാ കുട്ടി വരുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് വളകാപ്പ് നടത്താൻ വേണ്ടിയിട്ട് അന്ന് ഓർഡർ ചെയ്ത് വെച്ച സാധനമായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്കിവിടെ തൂക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ തൂക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മതിയായില്ല. പിന്നെ അതിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വിചാരിച്ച്. ലാസ്റ്റത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവുമെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. എന്തായാലും ഡെക്കറേറ്റ് ചെയ്ത് വന്നതിന് ശേഷം അച്ഛൻ കണ്ടിട്ട് അച്ഛനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞു, കാരണം കണി കാണുമ്പോൾ കാണിച്ച് ഞെട്ടിക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് നേരത്തെ കാണുന്നതല്ലേ. അങ്ങനെ ഒടുവിൽ നമ്മളുടെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെയും പരിപാടികളുണ്ട്. ഡൈനിങ് ഹാളിൽ കുറേ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അല്ലൂട്ടനും തുമ്പിയും ഹേസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഹാൾ. ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പെറുക്കി കൂട്ടണം. ഇനി നമ്മളുടെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് കൊന്ന പറിക്കലാണ്. കാരണം നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ കൊന്നയുണ്ട്. എല്ലാം അങ്ങ് ഉച്ചിയിലാണെന്ന് മാത്രം. ഇതൊക്കെ പറിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാണുമ്പോൾ എല്ലാവർക്കും ഹായ് കുറേ കൊന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് പറിക്കാനുള്ള ടാസ്ക്കാണല്ലോ. തുമ്പമ്മയുടെ കയ്യിലുള്ളത് ഒറിജിനൽ അല്ല കേട്ടോ, ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ശ്രദ്ധിച്ച കുറേ ചെരുപ്പ് ആടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വന്നതിന് ശേഷം. ഇനി കുറച്ച് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം പോയി ഒന്നൊന്നര റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹേസ് ഇവിടെ കാര്യമായിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ. ഇതിലങ്ങ് വെച്ച് കൊടുത്താൽ പിന്നെ മുപ്പത്തി പോണ വഴി കാണൂല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പിന്നിൽ നടക്കണം. അല്ലൂട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ ബൈക്കൊക്കെ ഒന്ന് പൊടി തട്ടി സെറ്റാക്കി വെക്കണം. അവനിപ്പോൾ കഴുകണം. അതിനുള്ള ചോദ്യമാണ് ആ ചോദിക്കുന്നത്. കഴുകാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവനവിടെ കോളാക്കും. അതുകൊണ്ട് അപ്പോൾ കറക്റ്റ് സമയത്തുണ്ട് നമ്മളെ കാന്തം വന്നിട്ട്. കാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുക ആരാന്നില്ല, ജിജി. അത് വൈശാട്ടിനെയും കട്ടേൻ്റെയും ഒക്കെ ഫ്രണ്ടാട്ടോ. അവരൊക്കെ ഒരു ടീമേനു. കെട്ട് കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് ഓരോ പ്രാരാബ്ധങ്ങളും ജോലികളും ഒക്കെ ആയിട്ട് പോയതുകൊണ്ട് അല്ല എല്ലാം കൂടെ ഒരു സ്ഥലത്താണ് ഉണ്ടാവാറ് സാധാരണ. അങ്ങനെ ഞങ്ങൾ എങ്ങനെ അത് പറിക്കും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ കാന്തൻ ഇരയായിട്ട് കിട്ടിയത്. അപ്പോൾ ഓനാർന്ന് അതൊക്കെ പറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ അശ്വിനും കട്ടയും കൂടെ പുറത്ത് പോയല്ലോ. അപ്പോൾ ഓരും തിരിച്ചു വന്നിട്ടോ. അപ്പോഴാണ് തുമ്പമ്മയ്ക്ക് സന്തോഷമായി. തുമ്പമ്മേൻ്റെ പുതിയ ബോയ് ഫ്രണ്ടാണ് ഗൈസ് അശ്വിൻ. അങ്ങനെ കൊന്ന പറിക്കൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഹേസുവിന് ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കളിയാണിത്. അപ്പോൾ ഒരുത്തി കാര്യമായിട്ടുള്ള ആലോചനയിലാണേ. നിനക്ക് എന്താ ഉള്ളത്? ഇന്ന് റേഷൻ വാങ്ങിയോ? ഈ മാസത്തെ റേഷൻ വാങ്ങിയോ എന്നൊക്കെ ആലോചിക്കാണ് പള്ളി. ഓക്കെ, എന്തായാലും കേറിയല്ലേ. എസിനെ പൊടിയൊക്കെ തട്ടിട്ട് വാടാ. എസി മെക്കാനിക്കല്ലേ ഇത്. സാധനമല്ല, എവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ, വള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ വള്ളിയും പിടിക്കുന്നപ്പോൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് കേട്ടോ. കുറേ കത്തിയടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോഴാണ് ഇതാ കട്ട കാറും കൊണ്ട് വന്നത്. കാറിൻ്റെ പെട്രോളിൻ്റെ എന്തോ പമ്പോ എന്തോ സാധനം, എലിയോ എന്തോ സാധനം കടിച്ചിട്ട് അത് ലീക്കായിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കാറ് കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇവനെ കട്ട വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങാടാ, ഞാൻ വരുമ്പോൾ തന്നെ കാണില്ല എന്നൊക്കെ കാന്തം പറയുന്നുണ്ട് മുകളിൽ ഇരുന്നിട്ട്. നിന്റെ ഉള്ളിൽ നല്ലൊരു പെറുക്കി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പെറുക്കി എടുക്കൂ കൂട്ടിന്ന് കണ്ടോ കെട്ടിയാൻ പറയുന്നേ. കൊന്ന മാത്രല്ല അല്ല നമ്മൾ പാത്തേ പോയല്ലേ, നമ്മൾ പാത്തേ പോയല്ലേ. ഇപ്പൊ എന്തിനങ്ങോട്ടെന്ന് ഇതിപ്പോ എന്തിനങ്ങോട്ട് വന്നത്? ഇതിപ്പോൾ എന്താ എല്ലാവരും കൂടെ കിടന്ന് ചിരിക്കുന്നതെന്ന് അറിയാം. ഞങ്ങളെ കൊന്നപറക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു കുറച്ച് കൊന്ന പറിച്ചു തരുമോന്ന്. അത് കേൾക്കേണ്ട താമസം കാന്തൻ അതാ വടിയൊക്കെ എടുത്ത് ഓടുന്ന പോയി കൊന്ന പറിച്ചെടുക്കാൻ. അകത്ത് പോയി അച്ഛനതാ ഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് വന്ന് നിൽക്കുന്ന. പിന്നെ ഇതാ കട്ടയും അശ്വിനും ഒക്കെ ഉഷാറായി നിൽക്കുന്ന. അപ്പം ഞങ്ങൾ വരെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ചേച്ചി വന്ന് കൊന്ന പറിക്കട്ടെ വെച്ചപ്പോൾ ഇതുവരെ കൊന്ന പറിക്കാനുള്ള ശുഷ്കാന്തി എന്നല്ലല്ലോ ഇറ്റുങ്ങളെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് അച്ഛൻ്റെ ഒരു ഡയലോഗും ആ ചേച്ചിക്ക് കൊന്ന പറിക്കാന്ന്. അച്ഛനേക്കാൾ എത്രയോ ഇളയ പെൺകുട്ടിയാണ്. അതല്ല അച്ഛൻ ഉമ്മയിലും ചാപ്പോ അത് പോവാൻ അകത്ത് കയറി പോവാനാ പറഞ്ഞത്. അമ്മ എവിടെ? ബോയ് ഫ്രണ്ടിനെ വിട്ടൊരു കളിയില്ലാന്ന് കണ്ടോ. ഓക്കെ, ഓന്റെ ഗേൾ ഫ്രണ്ട് ഇത് അറിഞ്ഞാ സീനാട്ടോ. വെറുതെ മക്കളുണ്ട് ഇങ്ങനെ ആയത് കേട്ടോ. മക്കള് പഞ്ചാര കുഞ്ചായത് വെറുതെ അല്ല. അതൊന്നും വേണ്ടാതെ
ഇതൊന്നും പോരാഞ്ഞിട്ടേ നമ്മൾ പറിച്ച് വെച്ചതും കൂടെ കുറച്ചുകൂടെ കൊന്നെടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. സംഭവം വെറുതല്ല, പക്ഷെ എന്തായാലും അച്ഛനെ ട്രോളാകുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വിടൂലല്ലോ. ഇന്നത്തേക്ക് അച്ഛനെ തിന്നാനുള്ള ഒരു കാരണമായി അത്രയും. പിന്നെ പറിച്ച കൊന്ന പങ്ക് വെച്ച് ഞങ്ങളും കാന്തനും പിരിയുകയാണ് ഗൈസ്. അങ്ങനെ കാന്തനും ഓളും പിന്നെ കുട്ടിയും ഒക്കെ കൂടെ തിരിച്ചു പോവാണ്. അപ്പം നാളെ വിഷുവിനേക്കൊക്കെ വിളിച്ചിട്ട് ഒരു ടാറ്റ ബേബേ പറഞ്ഞ് പോവാണേ. ഇനിയും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ സൈഡാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരം കിടക്കുകയാണ് കേട്ടോ. അല്ലുവിന് തുമ്പിനെ ഉറക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും ഉറങ്ങൂല എന്നുള്ളത് ഉറക്കം പ്രഖ്യാപിച്ച അല്ലുട്ടനും വേഗം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ തുമ്മിമോളും ആണിത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയുള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.